ഹായ്, ഗുഡ് മോർണിംഗ്. സമയം കറക്റ്റ് 6 മണി രാവിലെ. നമസ്കാരമൊക്കെ കഴിഞ്ഞു പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. വ്ളോഗിന് വേണ്ടിയിട്ട്. ഞാൻ എന്തുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാനുണ്ടായ വ്ളോഗ് തുടങ്ങണം എന്നുള്ളതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പഴയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. പഴയ ഒരു റെസ്റ്റോറൻറ്റ്, പഴയ ഇൻ ദ സെൻസ് ഞാൻ ജസ്റ്റ് നൗ റെസ്റ്റോറൻറ്റ് കഫേ കൺസൾട്ടൻ്റ് ആയിരുന്നു. കൺസൾട്ടിങ് സ്റ്റോപ്പ് ചെയ്തു. സോ അങ്ങനെ കുറച്ച് യാത്രകൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാനൊരു യാദൃശ്ചികമായിട്ടൊരു കുട്ടിയെ പരിചയപ്പെടുന്നത്. അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് വർഷങ്ങളായി. അവന് കുറച്ച് അസുഖങ്ങളുള്ള കാരണം കൊണ്ട് തന്നെ അവന് പുറത്തോട്ട് ഇറങ്ങാനോ കാഴ്ചകൾ കാണാനോ ഒന്നും പറ്റില്ല. ആ ഒരു ചിന്ത എന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആലോചിച്ചെടുത്താണ്, എന്തുകൊണ്ട് ഈ ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ ഫുഡിൻ്റെ റീൽസ് ചെയ്യുന്നതാണ്. സോ എന്തുകൊണ്ട് ഇതൊരു വ്ളോഗാക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൂടാ? അത് കാണാൻ പറ്റുന്നവർക്ക് എൻ്റെ കാഴ്ചപ്പാടുകളുടെ അതിൽ ഭംഗിയുണ്ടെങ്കിൽ അവർക്ക് കാണട്ടെ, ആസ്വദിക്കട്ടെ. സോ ഇന്ന് നമ്മൾ പോണത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ക്യാമറ എടുത്തിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി ഞാൻ എല്ലാ ആഴ്ചയിലും ഫോർട്ട് കൊച്ചി പോകാറുണ്ട് സൺഡേസിൽ. അതെന്തിനാണെന്നുള്ളത് നമുക്ക് കാണാം. ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സൺഡേസിലും ഫോട്ടോസ് വരുന്നത്. അതായത് ഇവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ ഞാൻ കരുതിയത് കാണിക്കണ്ട, പറയണ്ട എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് എന്നെ പോലെ ഒരു ചെറിയൊരു ഭ്രാന്ത് ഇവരെ പോലുള്ളവർക്ക് ഫീഡ് ചെയ്യാനുള്ള കിട്ടിയാലോ. എവിടെ തിരിഞ്ഞാലും ഫ്രെയിമാണ്. അതാണ് ഫോട്ടോസിയുടെ മെയിൻ അട്രാക്ഷൻ. മലയാള സിനിമയിൽ അവിഭാജിക ഘടകം തന്നെയാണ് ഫോർട്ട് കൊച്ചി. കാരണം ഒരു സീനെങ്കിലും ഫോർട്ട് കൊച്ചി ഉണ്ടാവാത്ത സിനിമകൾ ഉണ്ടാവില്ല മലയാളത്തിൽ. എന്തിനും മലയാളത്തിലാക്കുന്നത്, പുറത്തുനിന്ന് വരെ ഹോളിവുഡിൽ വരെ ബോളിവുഡിൽ വരെ മൂവീസ് എടുത്തിരിക്കുന്ന ലൊക്കേഷനാണ് ഫോർട്ട് കൊച്ചിയുടേത്. എന്ത് ഭംഗിയിലാണ് ബിനാലയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ വാളുകളിലും പെയിൻറ്റിങ് ആവട്ടെ, എത്ര ഭംഗിയിലാണ് ആർട്ടിസ്റ്റുകൾ ചെയ്തിരിക്കുന്നത് ബിനാലയ്ക്ക് വേണ്ടിയിട്ട്. ബിനാലയുടെ ഒരുക്കം എന്നുള്ള രീതിയിൽ അതിപ്പോൾ നമ്മൾ വന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടല്ലോ. അതൊരു വലിയ സംഭവം കേട്ടോ. എല്ലാ രാജ്യത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും മോഡൽസിൻ്റെയും ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കോണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയും മെയിൻ സ്പോട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നുണ്ട്. അത് ശരിക്കും രാവിലെ നമ്മൾ വന്നാൽ കാണാം ആ കാഴ്ചകൾ. പലരും ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിലും ഫോർട്ട് കൊച്ചി പരിസരങ്ങളിലും മാത്രം വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി എന്നുള്ള രീതിയിലായിരിക്കണം എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്. നമ്മളിൽ പലരും പലവട്ടം വന്നു പോയവരുണ്ട്, എല്ലാവർക്കും അറിയുന്നവരുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറയുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് മട്ടാഞ്ചേരി വിസിറ്റ് ചെയ്യണം. അതായത് എല്ലാ ഹിസ്റ്ററീസും, നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ എല്ലാ ഹിസ്റ്ററീസും തുടങ്ങിയിരിക്കുന്നത് മട്ടാഞ്ചേരി എന്നാണ്. വാണിജ്യ ലെവലിലാവട്ടെ, അതല്ല ആർട്ടിൻ്റെ ലെവലിലാവട്ടെ, ഇന്നും സ്പൈസസിൻ്റെ മെയിൻ കേന്ദ്രമാണ് മട്ടാഞ്ചേരി. സോ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി. എവിടെ തിരിഞ്ഞാലും ഒരു ഫ്രെയിമാണ്. ആസ് എ ഫോട്ടോഗ്രാഫറെ കണ്ടിട്ടാട്ടോ ഞാൻ പറയുന്നത്. രാവിലെ ജ്യൂസ് സ്ട്രീറ്റിലൂടെ ഉള്ളൊരു വാക്കിങ്, അതൊരു സംഭവം കേട്ടോ. അതും കയ്യിലൊരു ക്യാമറയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റ്.
വ്ളോഗ് ചെയ്യാൻ വന്ന കുറേ വ്ളോഗേഴ്സിനെ കാണാം, ഫോട്ടോഷൂട്ട് ചെയ്യാൻ വന്ന കുറേ ഫോട്ടോഗ്രാഫേഴ്സിനെയും മോഡൽസിനെയും കാണാം, പ്രീ വെഡ്ഡിങ് ഷൂട്ടും പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടും ചെയ്യുന്ന ഒരുപാട്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ചില സിനിമാസിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നതും കാണാം. വർഷങ്ങളോളം പഴക്കമുള്ള കെട്ടിടങ്ങളും മരങ്ങളും, ഓരോ മരവും ബിൽഡിങ്ങുകളും നമ്മളോട് ഒരുപാട് കഥകൾ പറയുന്നു. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എവിടെ വെച്ചാലും ഫ്രെയിമാണ്. നമുക്ക് ഏത് ടൈപ്പ് ഫ്രെയിമും നിങ്ങൾ വെറുതെ ക്യാമറ കൊണ്ട് നടന്നാൽ മതി. പിന്നെ വേറൊരു വൈബും കൂടെ ഉണ്ട് കേട്ടോ. ഞാനത് ഇപ്പോൾ നോമ്പ് കാലതിനെ കൊണ്ട് എനിക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് ഞാനതും കൂടെ ഉൾപ്പെടുത്തും. ഫുഡാണ്, ഫുഡിൻ്റെ ഒരു കലവറ തന്നെയാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി. അതുപോലെ തന്നെ ജങ്കാറി യാത്ര നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയിട്ടാണ് ജങ്കാറി യാത്ര. നിങ്ങൾ അതായത് ഏറനാട് ഭാഗം മലബാർ ഭാഗത്തുനിന്ന് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വൈപ്പിൻ വഴി ജങ്കാർ ത്രൂ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താം. ഈ കാണുന്ന വാതിൽ ചെറിയൊരു വാതിലല്ല, ഇതുപോലെയുള്ള 10-40 വാതിലുകൾ ഈ ഫോർട്ട് കൊച്ചിയുടെ ഉള്ളിലുണ്ട്. ഓരോ വാതിലിൻ്റെ ഉള്ളിലേക്കും കയറി കഴിഞ്ഞാൽ 100ഓളം വരുന്ന കുടുംബങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ വർഷങ്ങളായി താമസിക്കുന്നത്. അപ്പോൾ അടുത്ത ലൊക്കേഷനുമായിട്ട് അവിടുത്തെ കഥകളുമായിട്ട് വരാം കേട്ടോ. ബൈ ഫ്രം ഷെമിൽ ബാർക്ക.